ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിനെ ലഫ്റ്റനന്റ് ഗവർണർ ആക്കിക്കളയും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഉദ്ദീപിക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു. എന്നാൽ മാസം 2 കഴിഞ്ഞിട്ടും ഇതുവരെയും പത്മജയുടെ കാര്യത്തിൽ ബി ജെ പി ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പത്മജയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് കൊടുക്കും എന്ന രീതിയിലുള്ള വ്യാജ വാർത്തയും കൊടുക്കുകയാണ്. എന്നിരുന്നാലും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവ്, അവിടെ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും പത്മജയെ നിർത്തില്ല. കാരണം ബി ജെ പിക്കാർക്ക് വരെ കൃത്യമായി അറിയാം, കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റായിരുന്ന തൃശ്ശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ പലകുറി ജയിച്ച മണ്ഡലത്തിൽ പത്മജയെ നിർത്തിയിട്ട് പത്മജ ഗതി പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായി പത്മജയുടെ റേഞ്ച് എന്താണെന്ന് അറിയാം. എന്നാൽ കെ മുരളീധരൻ ഇടപെട്ട് പത്മജയെ കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൻ്റെ നീക്കമാണ് തുടങ്ങിയിരിക്കുന്നത്. കെ മുരളീധരനും പത്മജയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വന്നാൽ പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാം എന്ന രീതിയിലേക്ക് ധാരണയാവാൻ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ കോർപ്പറേഷനും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കണ്ണൂർ കോർപ്പറേഷൻ അല്ലാതെ മറ്റൊരു കോർപ്പറേഷനും പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് വിശ്വാസം കൃത്യമായി കോൺഗ്രസിനില്ല. കൊച്ചി കോർപ്പറേഷൻ ആയിരുന്നാലും തൃശ്ശൂർ കോർപ്പറേഷൻ ആയിരുന്നാലും അതൊക്കെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും പോയിട്ട് വലിയ രീതിയിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അതിനിടയിൽ വട്ടിയൂർക്കാവിൽ മുരളീധരൻ തിരികെ വരേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസിലെ പല നേതാക്കളും പറയുന്നുണ്ട്. തിരുവനന്തപുരം DCCക്ക് ഒരു നാഥനില്ല കളരി പോലെയാണ് കാര്യങ്ങൾ. നമുക്കറിയാം, കോൺഗ്രസിനെ വിവാദത്തിലാഴ്ത്തിയ, അതല്ലെങ്കിൽ സ്വയം നാണക്കേട് വരുത്തിവെച്ച മുതിർന്ന നേതാവായ പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ശക്തനെ, അതായത് കാട്ടാക്കട അസംബ്ലി സീറ്റിൽ നിന്നും ജയിച്ച് മുൻപ് സ്പീക്കർ കൂടിയായിരുന്ന N ശക്തനെ ഇപ്പോൾ താൽക്കാലിക DCC അധ്യക്ഷൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് വേരോട്ടം ഉണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല. M വിൻസെൻ്റോ അതുപോലെ കോൺഗ്രസിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരോ ഒക്കെ വന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. വിൻസെൻറ്റിനെ പോലുള്ളവർ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ മുതൽക്കൂട്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. വലിയ പ്രാസംഗിക ശൈലിയൊന്നുമല്ല വിൻസെൻറ്റിൻ്റേതെങ്കിൽ പോലും നല്ല പോലെ പ്രവർത്തിക്കാനും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഊട്ടിയുറപ്പിക്കാനും കഴിയുന്നുണ്ട്. അത് പല നേതാക്കൾക്കും ഇല്ല. പത്മജയ്ക്ക് BJP ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ എന്തുകൊണ്ട് വൈകിക്കുന്നു എന്ന് ചോദിച്ചാൽ, കാര്യമായി BJPയിൽ ഒരുപാട് പ്രവൃത്തി പരിചയമൊന്നും പത്മജയ്ക്കില്ല. കോൺഗ്രസ്സിലാണെങ്കിലും കരുണാകരൻ്റെ ലേബലിൽ നേട്ടങ്ങൾ നേടി എന്നുള്ളതല്ലാതെ പത്മജയ്ക്ക് പാർട്ടി അണികളുമായി താഴെത്തട്ടിൽ ഒരു ബന്ധവുമില്ല. അതുപോലെയല്ല കെ മുരളീധരൻ. പാർട്ടി നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തി. മുരളീധരൻ ഒരു സ്വകാര്യ ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, താൻ മുകളിലോട്ട് നോക്കുമ്പോൾ തന്നേക്കാൾ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ, അതും ഒരർഹതയും ഇല്ലാഞ്ഞിട്ടും അലങ്കരിക്കുന്നവരെ കാണുമ്പോൾ തനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മുകളിലേക്ക് നോക്കാറില്ല എന്ന് മുരളീധരൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്.